ഇടുക്കി പുല്ലുംപാറ ബസ് അപകടത്തിൽ 4 പേർ മരണപ്പെട്ട സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. അപകടത്തിൽ പരിക്കുകളുമായി രക്ഷപ്പെട്ട യാത്രക്കാരും വനിതാ കണ്ടക്ടറും ജീവൻ തിരിച്ചു കിട്ടിയതിന്റെ ആശ്വാസത്തിലാണ്. മാവേലിക്കര മാങ്കാങ്കുഴി സ്വദേശിനി രമ്യയായിരുന്നു ബസിലെ കണ്ടക്ടർ. കഴിഞ്ഞ ദിവസം മുണ്ടക്കയത്തിനും കുട്ടിക്കാനത്തിനും ഇടയിൽ പുല്ലൂപ്പാറ ചെക്ക് പോസ്റ്റിന് സമീപം KSRTC ബസ് കൊക്കയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ജീവൻ തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷമുണ്ടെങ്കിലും ഒപ്പമുള്ളവരെ നഷ്ടപ്പെട്ടതിന്റെ വേദനയും ബസ് കണ്ടക്ടറായ രമ്യ പങ്കിടുന്നുണ്ട്. 5-ാം തീയതി രാവിലെ തഞ്ചാവൂർ പോയിട്ട് തിരിച്ചു വരുന്ന വഴി 6-ാം തീയതി രാവിലെയാണ് അപകടം ഉണ്ടായത്. കുമളിയിൽ നിന്ന് ഡീസൽ അടിച്ച് പോകുന്നതാണ്. വളരെ കുറഞ്ഞ സ്പീഡിലാണ് വണ്ടി വന്നുകൊണ്ടിരുന്നത്. സ്ഥലപ്പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇപ്പം പത്രത്തിൽ കാണുമ്പോഴേ അറിയുന്നത് പുല്ലൂരം പറയുന്നു അങ്ങോട്ട് പറയുന്നത്. അത് അവിടെ ഒന്ന് രാജീവ് സാറ് ബ്രേക്ക് പോയി എന്നിങ്ങനെ പറഞ്ഞു. എന്തോ ഒരു സൗണ്ട് കേട്ടു, ബ്രേക്ക് പോയി എന്ന് പറഞ്ഞു. ഞാൻ അടുത്തിരിക്കുക, ഇപ്പുറത്തെ സൈഡ് സീറ്റ്, അതായത് കണ്ടക്ടർ സീറ്റിലായിരുന്നത്, തൊട്ടപ്പുറത്ത് മറ്റേ ഡ്രൈവറും ഉണ്ടായിരുന്നു. ബ്രേക്ക് പോയി എന്ന് പറഞ്ഞു. ഞാൻ എഴുന്നേറ്റപ്പോഴത്തേന് 2 വളവ് തിരിഞ്ഞ് നേരെ, പിന്നീടൊന്നും ഓർമ്മയില്ല, നേരെ എങ്ങോട്ടാ വീണേന്ന് അറിയത്തില്ല. ബാക്ക് സൈഡ് കൊണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ടാണ് പോയത്. എല്ലാവരും ബാക്കിലേക്ക് വീണു. സൗണ്ടും നിലവിളിയും, എല്ലാവരും പേര് വിളിച്ചു. വീണ് കഴിഞ്ഞപ്പോഴും ഇത്രയും വലിയൊരു 4 പേര് പോകുമെന്നുള്ളൊരു പ്രതീക്ഷയില്ല. കുമളിയിൽ നിന്നും ഡീസൽ അടിച്ച് വളരെ പെതുക്കെയായിരുന്നു യാത്ര ചെയ്തത്. ബ്രേക്ക് പോയെന്ന് മനസ്സിലായതോടെ യാത്രക്കാരെ ജാഗരൂകരാക്കി. എങ്ങനെയാണ് വീണതെന്നോ എവിടെയാണ് വീണതെന്നോ മനസ്സിലായില്ല. മുൻസീറ്റിൽ നിന്നും തെറിച്ച് താൻ പിൻനിരയിലേക്ക് തെറിച്ചുപോയി. 15 വർഷത്തിനിടയിൽ ആദ്യമായാണ് ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായത്. വീഴ്ചയുടെ ആഘാതത്തിൽ അനങ്ങാൻ പോലും സാധിച്ചില്ല. മരണങ്ങൾ പിന്നീടാണ് അറിയുന്നത്. മരിച്ച 4 പേരും സ്ഥിരമായി യാത്ര ചെയ്യുന്നവരാണ്. ഇവരുമായി ഒന്നിച്ചിരുന്ന് ആഹാരവും കഴിച്ചിട്ടുണ്ട്, ഫോട്ടോയും എടുത്തിട്ടുണ്ട്. വിയോഗത്തിൽ വലിയ ദുഃഖമുണ്ടെന്നും രമ്യ പറഞ്ഞു. ബസ്സിലെ മറ്റൊരു യാത്രക്കാരനായ മാവേലിക്കര കോട്ടയ്യത്ത് രാജശേഖരൻ പിള്ള 40-ാം തവണയാണ് ബജറ്റ് തീർത്ഥാടന യാത്രയിൽ പങ്കെടുക്കുന്നത്. മാവേലിക്കരയിൽ നിന്നും സ്ഥിരമായി KSRTC പ്രഖ്യാപിക്കുന്ന തീർത്ഥാടന യാത്രകൾക്ക് അദ്ദേഹം മുൻനിരയിലുണ്ട്. മരണപ്പെട്ട 4 പേരിൽ 2 പേരുടെ സംസ്കാരം ചൊവ്വാഴ്ച നടന്നു. കുമളി വെച്ച് ഈ വണ്ടി നിർത്തി ഞാനും 2ാമത്തെ ഡ്രൈവറും കൂടെ ചായ കുടിച്ചിട്ട് കയറി. ഞാൻ ഉറങ്ങിപ്പോയി. ഏറ്റവും പുറത്തെ സീറ്റിലായിരുന്നു, പുഷ് ബാക്ക് സീറ്റായിരുന്നു. ഉറങ്ങിക്കഴിഞ്ഞ് ഈ പുല്ലുപാറ വന്നു കഴിഞ്ഞ് വണ്ടി 2 മറിച്ചിൽ മറിഞ്ഞു. ബ്രേക്ക് പൊട്ടിയെന്ന് പറയുന്നു, ബ്രേക്ക് പോയെന്ന് ഡ്രൈവർ പറയുന്നുണ്ട്. 2 മറിഞ്ഞു ഇടിച്ചിട്ട്. ക്യാഷ് ബാരിൽ ഇടിച്ചു. അത് കഴിഞ്ഞ് പോസ്റ്റയിൽ ഇടിച്ചു. പോസ്റ്റ് ഒടിഞ്ഞ് ഈ വണ്ടി 2 മലക്കം മറിഞ്ഞാണ് താഴോട്ട് പോയത്. ഒരു 20-25-30 അടി താഴ്ചയിലോട്ട്. എന്നിട്ട് ഒരു മരത്തേൽ തങ്ങി നിന്നപ്പോൾ എനിക്ക് ബോധം വന്നു. ഞാൻ എണീച്ചു നിന്നപ്പോൾ അടി കിടക്കുക ഓരോരുത്തരെ വണ്ടിയുടെ. അപ്പോൾ എനിക്ക് മൈൻഡ് അങ്ങ് പോയി എൻ്റെ. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് ഓരോരുത്തർ നമ്പരൊക്കെ ചോദിച്ചു. നമ്പർ പോലും പറയാൻ എനിക്ക് ഇതില്ലായിരുന്നു. അപ്പം പിന്നെ കുറേ പേര് പൊക്കിയെടുത്ത് വെളിയിൽ കൊണ്ടുവന്നു. നിങ്ങൾ പൊക്കോ, ഞങ്ങൾ നോക്കിക്കോളാം ബാക്കിയുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ ഈ സംഭവം. അല്ല, എൻ്റെ അടിയിലോട്ട് തീർന്നിരുന്നെങ്കിൽ എല്ലാവരും ചത്തേനെ. 150 അടി താഴ്ചയാണ് പിന്നുള്ളത്. അതിലോട്ട് വീണ് പോയത്. എനിക്ക് വലിയ കുഴപ്പമില്ല. കാലിനൊരു ചെറിയ, കൈക്ക് ഒരു ചെറിയ ഇതുണ്ട്, നീരുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു ചെറിയ മുറിവുണ്ട്, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും സംഭവിച്ചില്ല. തൂങ്ങിക്കിടന്നതല്ല. എനിക്ക് എങ്ങനെയോ എന്തോന്ന് അറിയാമോ, ഞാൻ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ എണീച്ചു, സീറ്റിൽ നിന്ന് എണീച്ചിരിക്കുക. ഞാനും 2ാമത്തെ ഡ്രൈവറുമായി ഏറ്റവും പിന്നിലത്തെ സീറ്റിലാണ് ഇരുന്നത്. ബ്രേക്ക് പോയെന്ന് ഡ്രൈവർ വിളിച്ചു പറഞ്ഞു. ക്രാഷ് ബാരിയറും പോസ്റ്റും ഇടിച്ചിട്ട് താഴെ പോയി. 30 അടി താഴ്ചയിൽ മരത്തിൽ തങ്ങി നിൽക്കുകയായിരുന്നു. ആകെ ബോധമില്ലാത്തതുപോലെയായി. അടിയിലേക്ക് പോയിരുന്നെങ്കിൽ കൊക്കയിൽ താഴ്ന്ന് എല്ലാവരും മരിച്ചേനെ. 40-ാമത്തെ തീർത്ഥാടന യാത്രയാണ് KSRTCയിൽ ചെയ്യുന്നതെന്നും രാജശേഖരൻ പിള്ള പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ.